നമസ്കാരം. നിങ്ങളൊരു വിദ്യാർത്ഥിയോ എംപ്ലോയ്മെന്റ് അന്വേഷിക്കുന്ന വ്യക്തിയോ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ചോദ്യം ഏതാണ് അനുയോജ്യമായ കരിയർ ഡൊമൈൻ എന്നായിരിക്കും അല്ലേ? ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഈ നൂറ്റാണ്ടിൽ സംഭവിച്ചിട്ടുള്ള വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് അനുസൃതമായി പരമ്പരാഗതമായി പറഞ്ഞു വന്നിരുന്ന സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് എന്ന കരിയർ ഡൊമൈനിൽ നിന്നും മാറി സ്റ്റെം ഓർ നോൺ സ്റ്റെം എന്ന ഡൊമൈനുകളിലേക്ക് കരിയറിനെ റീഡിഫൈൻ ചെയ്ത കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇക്കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് അനുയോജ്യമായ കരിയർ ഡൊമൈൻ ഏതാണ്? സ്റ്റെം, നോൺ സ്റ്റെം കരിയർ ഡൊമൈനുകളുടെ വ്യത്യാസം എന്താണ്? ഏതെല്ലാം സ്കില്ലുകളാണ് അതത് മേഖലകളിലേക്ക് വേണ്ടിവരുന്നത് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. വീഡിയോ അവസാനം വരെ കാണുക. സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് വഴി ഷെയർ ചെയ്താൽ നമുക്കതിന് ഉത്തരങ്ങൾ നൽകാം. ആദ്യം നമുക്ക് എന്താണ് സ്റ്റെം ഡൊമൈൻ എന്ന് നോക്കാം. ഇംഗ്ലീഷ് ലെറ്റേഴ്സിലെ STEM എന്നിവ കൂടുന്നതാണ് സ്റ്റെം എന്ന കരിയർ ഡൊമൈൻ. S ഫോർ സയൻസ്, T ഫോർ ടെക്നോളജി, E ഫോർ എഞ്ചിനീയറിംഗ്, M ഫോർ മാത്തമാറ്റിക്സ്. നമുക്കിനി ഓരോ ലെറ്ററിൻ്റെയും വിശദാംശങ്ങൾ നോക്കാം. S ഫോർ സയൻസ്. എന്താണ് സയൻസ്? ഫിസിക്സ്, കെമിസ്ട്രി, എൻവയോൺമെൻറ്റൽ സയൻസസ്, എർത്ത് സയൻസസ് തുടങ്ങിയ അടിസ്ഥാനപരമായ പഠനങ്ങളാണ് സയൻസ് മേഖലയിൽ വരുന്നത്. T ഫോർ ടെക്നോളജി. സാങ്കേതിക രംഗത്ത് വന്നിട്ടുള്ള വലിയ മാറ്റങ്ങളുടെ ഫലമായി വന്നിട്ടുള്ള പുതിയ മേഖലകളാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡാറ്റ സയൻസസ്, സൈബർ സെക്യൂരിറ്റി, ഡാറ്റ മൈനിങ്, ബിഗ് ഡാറ്റ തുടങ്ങിയ മേഖലകൾ. ഈ മേഖലകളെയാണ് ടെക്നോളജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് E ഫോർ എഞ്ചിനീയറിംഗ്. നമ്മുടെ പരമ്പരാഗത എഞ്ചിനീയറിംഗ് മേഖലകളായ സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങിയവയും ബയോടെക്നോളജി, എയ്റോസ്പേസ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് മേഖലകളൊക്കെ ഇതിന് കീഴെ വരും. നെക്സ്റ്റ് M ഫോർ മാത്തമാറ്റിക്സ്. പ്യൂർ മാത്തമാറ്റിക്സ്, അപ്ലൈഡ് മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ആക്ച്വറിയൽ സയൻസസ് തുടങ്ങി വിവിധ മേഖലകളാണ് ഇതിൽ വരുന്നത്. ചുരുക്കി പറഞ്ഞാൽ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ ഇന്നോവേഷൻസ്, ഡെവലപ്മെൻറ്റ്സ് എല്ലാം ഉൾപ്പെടുന്ന മേഖലയാണ് സ്റ്റെം. കൃത്യമായ ഡേറ്റകളുടെയും കണക്കുകളുടെയും അടിസ്ഥാനത്തിൽ ചെയ്യുന്ന ജോലി മേഖലകളെല്ലാം, കരിയർ ഡൊമൈൻസ് എല്ലാം ഇതിൽ വരും എന്നർത്ഥം. ഇനി നമുക്ക് എന്താണ് നോൺ സ്റ്റെം കരിയർ ഡൊമൈൻ എന്ന് നോക്കാം. സ്റ്റെം വിഭാഗത്തിൽ വരാത്ത എല്ലാ കരിയർ ഡൊമൈനുകളുമാണ് നോൺ സ്റ്റെം വിഭാഗത്തിലേക്ക് നമ്മൾ കണക്കുകൂട്ടുന്നത്. ഉദാഹരണത്തിന് ഹ്യൂമാനിറ്റീസ്, സോഷ്യൽ സയൻസസ്, ആർട്ട് ആൻഡ് ഡിസൈൻ, ബിസിനസ് മാനേജ്മെന്റ്, ലോ ആൻഡ് ലീഗൽ സ്റ്റഡീസ്, എഡ്യൂക്കേഷൻ, കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം, ഹോസ്പിറ്റാലിറ്റി ആൻഡ് ടൂറിസം, ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ, നഴ്സിംഗ്, സോഷ്യൽ വർക്ക്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എല്ലാം ഈ വിഭാഗത്തിൽ വരും. ഇത്രയും പറഞ്ഞതിൽ നിന്ന് സ്റ്റെം ഡൊമൈനും നോൺ സ്റ്റെം ഡൊമൈനും തമ്മിലുള്ള പ്രധാന വ്യത്യാസം, ആശയപരമായ വ്യത്യാസം മനസ്സിലായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. അതായത് സ്റ്റെം ഡൊമൈനിൽ ഡേറ്റകളുടെയും കണക്കുകളുടെയും ഉപയോഗമാണ് കൂടുതൽ വരുന്നത് എങ്കിൽ നോൺ സ്റ്റെം കരിയർ ഡൊമൈനിൽ ഹ്യൂമൻ റിലേഷൻസ്, പബ്ലിക് റിലേഷൻസ് തുടങ്ങിയവയിലായിരിക്കും കൂടുതൽ ബന്ധം. ഇപ്പോൾ നമുക്ക് വരുന്ന ഒരു പ്രധാന സംശയം എന്ന് പറഞ്ഞത്, സ്റ്റെം കരിയർ ഡൊമൈൻ ആയിട്ട് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് മാത്തമാറ്റിക്സിനെ കുറിച്ച് വലിയ അറിവുകൾ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ മാത്തമാറ്റിക്സിലുള്ള ആപ്റ്റിറ്റ്യൂഡ് വളരെയധികം വേണോ എന്നുള്ളതാണ്. ഇത് മുഴുവനായും ശരിയല്ല. ഉദാഹരണത്തിന് സ്റ്റെം കരിയർ ഡൊമൈനിൽ വരുന്ന എൻവയോൺമെൻറ്റൽ സയൻസസ്, ബയോടെക്നോളജി, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് തുടങ്ങിയവയിലൊന്നും മാത്തമാറ്റിക്സിൻ്റെ അതിപ്രസരം ഇല്ല എന്നുള്ളതാണ് സത്യം. നമ്മുടെ റെസിലിയൻസ്, ക്രിട്ടിക്കൽ തിങ്കിങ്, ക്യൂരിയോസിറ്റി ഇവയെല്ലാം ഉപയോഗപ്പെടുത്തി സ്റ്റെം കരിയർ ഡൊമൈനിലുള്ള എക്സ്പെർട്ടൈസ് നമുക്ക് കരസ്ഥമാക്കാവുന്നതേ ഉള്ളൂ. ഇതിനൊരു മറുവശം കൂടിയുണ്ട്. നോൺ സ്റ്റെം കരിയർ ഡൊമൈനിൽ ടെക്നിക്കൽ നോളജ് നമുക്ക് ആവശ്യമില്ലേ, ടെക്നോളജിയുടെ ആവശ്യം തീരെയില്ലേ എന്നുള്ള ചിന്ത നമുക്കുണ്ടാകാം. അങ്ങനെയല്ല. നോൺ സ്റ്റെം കരിയർ ഡൊമൈനിൽ വരുന്ന ഏത് മേഖല എടുത്തു നോക്കിയാലും, അത് മൂവീസ് ആകട്ടെ, മാർക്കറ്റിംഗ് ആകട്ടെ, ജേർണലിസം ആകട്ടെ, എല്ലാ മേഖലയിലും ഇന്ന് ടെക്നോളജി ഫ്രണ്ട്ലി ആയി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നോൺ സ്റ്റെം കരിയറിൽ ആണ് നമ്മൾ പോകുന്നതെങ്കിൽ പോലും ടെക്നോളജിയുടെ ഉപയോഗങ്ങൾ ധാരാളമായി ആവശ്യമുണ്ട് എന്നറിയുക. ചുരുക്കി പറഞ്ഞാൽ സ്റ്റെം കരിയർ ഡൊമൈനെ തിരഞ്ഞെടുത്താൽ അതിൽ മാത്തമാറ്റിക്സിൻ്റെ എക്സ്പെർട്ടൈസ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതുപോലെ തന്നെ നോൺ സ്റ്റെം കരിയർ ഡൊമൈനെ തിരഞ്ഞെടുത്താൽ അതിൽ ടെക്നോളജിയെ പൂർണ്ണമായി അവഗണിക്കാനും സാധിക്കുകയില്ല എന്നർത്ഥം. അപ്പോൾ പിന്നെ ശരിയായ കരിയർ ഡൊമൈനിലേക്ക് എത്തിച്ചേരുവാൻ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? നമ്മളുടെ ഇൻട്രസ്റ്റ് ഏതെല്ലാം മേഖലകളിലാണ്, എന്താണ് നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ്, മോട്ടിവേഷൻ, അതോടൊപ്പം തന്നെ തിരഞ്ഞെടുക്കാൻ ഉദ്ദേശിക്കുന്ന കരിയർ ഡൊമൈനിൽ സാധ്യതകൾ എത്രമേലുണ്ട്, ഇതെല്ലാം കണക്കിലെടുക്കുമ്പോഴാണ് ശരിയായ കരിയർ ഡൊമൈൻ, നമുക്ക് അനുയോജ്യമായ കരിയർ ഡൊമൈൻ തിരഞ്ഞെടുക്കാൻ നമുക്ക് സാധിക്കുന്നത്. യഥാർത്ഥത്തിൽ വർക്ക് ലൈഫ് ബാലൻസിനെ കുറിച്ചുള്ള നമ്മളുടെ ചിന്തകളായിരിക്കണം നമുക്ക് അനുയോജ്യമായ കരിയർ ഡൊമൈൻ തിരഞ്ഞെടുക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ സ്റ്റെം ഡൊമൈനും നോൺ സ്റ്റെം ഡൊമൈനും ഒരു വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റ്സ് അല്ല, മറിച്ച് രണ്ടിൻ്റെയും ഒരു മിക്സ് ആയിരിക്കും നമുക്ക് എപ്പോഴും വേണ്ടി വരിക. പരമ്പരാഗതമായി പറഞ്ഞു വന്ന സയൻസ്, കൊമേഴ്സ്,
ഹ്യൂമാനിറ്റീസ് എന്ന നിലയിൽ നിന്ന് മാറി ചിന്തിക്കേണ്ട അവസരമായിരിക്കുന്നു എന്നർത്ഥം. നിങ്ങൾ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ശരിയായ കരിയർ ഡൊമൈൻ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി നമുക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ നമ്മളുടെ ആപ്റ്റിറ്റ്യൂഡ്, ഇൻട്രസ്റ്റ്, മോട്ടിവേഷൻ ഇതെല്ലാം ഒരു എക്സ്പേർട്ടിൻ്റെ സഹായത്തോടെ നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. അതത് മേഖലകളിലുള്ള എക്സ്പേർട്ടുകൾക്ക് സൈക്കോമെട്രിക് ടൂളുകളുടെയും നിങ്ങളുമായുള്ള ഡിസ്കഷൻസിൻ്റെയും അടിസ്ഥാനത്തിൽ അനുയോജ്യമായ കരിയർ മേഖല കണ്ടുപിടിക്കാൻ സാധിക്കും. പഠനകാലത്ത് തന്നെ അല്ലെങ്കിൽ എത്രയും വേഗം ശരിയായ കരിയർ ഡൊമൈൻ തിരഞ്ഞെടുക്കേണ്ടത് അത്യാവശ്യമാണ്. എന്തുകൊണ്ടെന്നാൽ അതനുസരിച്ചിട്ടുള്ള കരിയർ പ്രിപ്പറേഷൻസ് നടത്തേണ്ടത് അത്യാവശ്യവുമാണ്. നിങ്ങൾക്ക് അനുയോജ്യമായ കരിയർ ഡൊമൈൻ എത്രയും വേഗം തിരഞ്ഞെടുക്കാൻ സാധിക്കട്ടെ. അതോടൊപ്പം തന്നെ ശരിയായ പ്രിപ്പറേഷൻസിലൂടെ അതത് മേഖലകളിൽ എത്തിച്ചേരുവാനും സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ബെസ്റ്റ് വിഷസ്. താങ്ക് യു സോ മച്ച്.